10 വർഷം മുമ്പ് മലയാളം സിനിമ പ്രേക്ഷകർക്ക് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് സ്റ്റോറി ടെല്ലിങ്ങിന്റെ പുതുമാനം സമ്മാനിച്ച സംവിധായകനാണ് ആഷിഖ് കപൂർ. അദ്ദേഹവും ശ്യാം പുഷ്കരനും വീണ്ടും ഒന്നിച്ച ഏറ്റവും പുതിയ ചിത്രമാണ് റൈഫിൾ ക്ലബ്. ഇതിലെ പ്രധാന താരങ്ങളായിട്ട് വരുന്നത് അനുരാഗ് കശ്യപ്, ദിലീഷ് പോത്തൻ, റംസാൻ, ഹനുമാൻ കൈൻഡ്, വിഷ്ണു അഗസ്ത്യ, അതുപോലെ തന്നെ വിനീത് കുമാർ തുടങ്ങിയവരൊക്കെയാണ്. സിനിമയുടെ ഒരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ സിനിമ നടക്കുന്ന ടെറൈൻ എന്ന് പറഞ്ഞ ഒരു ഉൾക്കാടുകൾക്ക് അടുത്താണ്. ഏകദേശം വെസ്റ്റേൺ ഘട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഉൾക്കാടുകളിലോട് അടുപ്പിച്ചുള്ള ഒരു വലിയ ഫാമിലി, ഭയങ്കര വയലൻസ് ഹിസ്റ്ററി ഉള്ള ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഫാമിലിയിലോട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു 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 ഗ്യാങ്സ്റ്ററിന്റെ മകൻ വരികയും തുടർന്ന് അവര് തമ്മിൽ, ആ ഫാമിലിയും ഈ പറയുന്ന ഗ്യാങ്സ്റ്ററും തമ്മിലുള്ള ആ ഒരു എൻകൗണ്ടറാണ് സിനിമയിൽ മൊത്തം കാണിക്കുന്നത്. സിനിമ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അടിയില്ല, വെടി മാത്രം. ഒരു മാൻ ടു മാൻ ഫൈറ്റ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഗൺസ്, അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വയലൻസ് നിറഞ്ഞ വയലൻസ് വിഷ്വലി കാണിക്കുന്നതിനെക്കാട്ടി നമുക്ക് സിനിമയിലെ സീൻ കാണുമ്പോൾ അവിടെ എത്ര വയലൻസ് നടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫീല് നമുക്ക് തരുന്ന തരത്തിലാണ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ട്രെയിലറിൽ കണ്ട സമയത്ത്, ആ ട്രെയിലർ കട്ട്സ് കണ്ട സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കഥയെക്കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാവുമല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കണ്ട സമയത്ത് ഉണ്ടായിരുന്ന അത്തരം ഹൈ സിനിമ മൊത്തം കണ്ട സമയത്ത് എനിക്ക് കിട്ടിയില്ല. ഒരു 75% ആണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയത് സിനിമ കണ്ടപ്പോൾ. സിനിമയിലെ ഒരു പ്രധാന പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ഫാമിലിയിലാണ് സംഭവം നടക്കുന്നത്. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നേരത്തെ കാസ്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ച സിനിമ ചെയ്യുമ്പോൾ ആർക്കും പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, എന്നാൽ ആർക്കും തീരെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത തരത്തിലും അല്ല. പക്ഷെ ആരാണ് എന്താണ് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൺഫ്യൂസിങ് ആണ്. ക്യാരക്ടേഴ്സൊക്കെ ഇവര് ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള കാസ്റ്റ് തന്നെ വേണ്ടി വന്നോ, വേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ തോന്നും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്യാങ്സ്റ്ററും ഈ ഫാമിലിയും തമ്മിൽ വരുന്ന ആ എൻകൗണ്ടേഴ്സിന്റെ സമയത്ത് ഇവര് ഗൺസ് ഉപയോഗിച്ച് ഇവർ ഷൂട്ട് ചെയ്യുന്ന ആ ആളുകള്, മരിച്ചു വീഴുന്ന ആളുകള്, നമുക്ക് ആ ഒരു വെടികൊണ്ട സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ, അതൊരു സിനിമാറ്റിക് ആയിട്ട് നമുക്ക് എന്റർടൈനിങ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ വെടി കൊള്ളാനുണ്ടായ ആ സാഹചര്യം ബിൽഡ് ചെയ്തിട്ട് അത് ചെന്ന് അവസാനിക്കുന്ന രീതി, അതായത് കൊണ്ട് ഇയാള് മരിക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്ടേ, അങ്ങനത്തെ ഒരു സംഭവം ബാക്ക്ഗ്രൗണ്ടിൽ ബിൽഡ് ചെയ്യുന്നതിൽ കുറച്ച് വീക്കായി എന്നൊരു സംശയമുണ്ട്. പക്ഷെ പെർഫോമൻസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ദിലീഷ് പോത്തനും അതുപോലെ തന്നെ അനുരാഗ് കശ്യപും രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയത് നമ്മുടെ ടാറന്റിനോന്റെ കുറെ സിനിമകളുമായിട്ട് സാമ്യമുള്ള തരത്തിലുള്ള ഒരു കളർ ടോണും ഫ്രെയിംസും ക്യാമറ മൂവ്മെന്റ്സ് ഒക്കെ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു ഡ്രസ്സിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ വരുന്നുണ്ട്. അതായത് നമ്മൾ ഒരു സാഹചര്യത്തിൽ പെടുമ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള വസ്ത്രമാണോ ധരിക്കുന്നത്, വളരെ വിയേർഡായിട്ടുള്ള വസ്ത്രം ധരിച്ചേക്കാം ചില സാഹചര്യത്തിൽ, ചില പ്രത്യേക സാഹചര്യം. ചിലപ്പോൾ ഒന്നും ധരിച്ചില്ല എന്ന് വരാം, ചിലപ്പോൾ പാതി വസ്ത്രത്തിലൊക്കെ വന്നിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്യാരക്ടറിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത്, ക്യാരക്ടറിന് കൊടുക്കുന്ന സമയത്ത് ആ ഒരു കഥാപാത്രത്തിന് വേറൊരു മാനം ലഭിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറെ ഇംഗ്ലീഷ് ഫിലിമിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ ഹാങ് ഓവറിലൊക്കെ ഉണ്ടല്ലോ, അവരിങ്ങനെ ഒരു ഹാഫ് നേക്കഡ് ആയിട്ട് ഓടുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ഗ്രാജുവലി സംഭവിക്കുന്ന സമയത്ത് ഓൾറെഡി ഇത്ര ഒരു സൈക്കിക് വൈബുള്ള കഥാപാത്രം ഇങ്ങനെയും കൂടി അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതിയിൽ വരുന്ന ചേഞ്ച് കൂടി ആ ക്യാരക്ടറിനെ ഒന്നുകൂടി ഉയർത്താൻ സഹായിക്കുന്ന തരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഓരോ ഇൻഡിവിജ്വൽ സീനായിട്ട് എടുക്കുന്ന സമയത്ത് അനുരാഗ് കശ്യപ് അദ്ദേഹത്തിന്റെ മലയാളം ഡെബ്യൂ മോശമാക്കിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നല്ല രസകരമായിട്ടുള്ള ക്യാരക്ടർ തന്നെ ആയിരുന്നു. പക്ഷെ എന്താ പറയാ, ആ ഫേസ് ടു ഫേസ് വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാൻ ടു മാൻ ഫൈറ്റ് ഇല്ല, വെടി മാത്രമേ ഉള്ളൂ. അതില് ഒരു കോമഡി എലമെന്റ്സും അവർ തമ്മിലുള്ള കോൺവെർസേഷനിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. വില്ലനും നമ്മുടെ ഹീറോസ് തന്നെ പറയേണ്ടി വരും. ആ വീട്ടിലുള്ള എല്ലാവരും എഗെയിൻസ്റ്റ് അനുരാഗ് കശ്യപ് എന്നുള്ള നിലക്കാണ് കഥ അവസാനത്തിലോട്ട് അടുക്കുമ്പോൾ വരുന്നത്. പിന്നെ വന്ന ഒരു പോരായ്മ എന്താ വെച്ചാൽ ഹനുമാൻ കൈൻഡിന്റെ റോൾ. ഹനുമാൻ കൈൻഡ്
ഇപ്പൊ അത്രയും കത്തി നിൽക്കുന്ന ഒരു സമയമാണല്ലോ, അദ്ദേഹത്തിന് അത്രയും വേൾഡ് വൈഡ് ഫാൻസ് ഉണ്ടല്ലോ. ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തു, കുറച്ചുകൂടി എലാബറേറ്റഡ്, കുറച്ചും കൂടി സീൻസ് ഉള്ള, ഇന്റൻസ് ആയിട്ടുള്ള സീൻസ് ഉള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മുഖഭാവമൊക്കെ കാണുന്ന സമയത്ത്, ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് കുറച്ചൊരു എക്സെൻട്രിക് ആയിട്ടുള്ള, ഈ പറഞ്ഞ പോലെ സൈക്കിക് നേച്ചർ കൂടുതൽ കാണിക്കുന്ന തരത്തിലുള്ള സീക്വൻസുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു ക്യാരക്ടറിന്റെ ക്യാരി ചെയ്യുന്ന രീതി നന്നായിട്ടുണ്ടായിരുന്നു. നല്ല കുറച്ച് റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. പക്ഷെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ കുറച്ച് പരാജയപ്പെട്ടെന്ന് തോന്നുന്നു. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള, അദ്ദേഹം ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്ന, നമുക്ക് റിവീൽഡ് ആവുന്ന കാര്യങ്ങൾ കുറവായിരുന്നു. അതൊരു പോരായ്മയായിട്ട് തന്നെ തോന്നി. പിന്നെ കുറച്ചും കൂടി ആ ഒരു ഏരിയയിൽ ആ കഥാപാത്രത്തിന് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായതിനെന്ന് തോന്നി. ഒരു സിനിമ അനുഭവമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കണ്ടിരിക്കാവുന്ന വലിയ മോശമല്ലാത്ത ഒരു പടം തന്നെയാണ് റൈഫിൾ ക്ലബ്. പിന്നെ ഇതിന്റെ മ്യൂസിക്കിലോട്ട് വരുമ്പോൾ റെക്സ് വിജയൻ അദ്ദേഹത്തിന്റെ സൈഡ് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമയ്ക്ക് വേണ്ട മൂഡ് നിലനിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ നമുക്ക് പരിചിതമല്ലാത്ത മുഖങ്ങള് നമ്മൾ എന്താ പറയാ ക്ലോസപ്പ് ഷോട്ടുകൾ വരുമ്പോൾ നമുക്ക് ആ ക്യാരക്ടർ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിനോട് ആ ക്യാരക്ടറിനോട് അടുക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പോഴത്തേക്കും ആ ക്യാരക്ടർ വന്നു കൊണ്ടുപോയി, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് സിനിമയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും മൊത്തത്തിൽ മോശം പരിപാടി ഒന്നല്ല, ഒരു 75% എന്റർടൈനിങ് ആവുന്ന തരത്തിൽ തന്നെയാണ് സിനിമ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് റൈഫിൾ ക്ലബ്.